അങ്ങനെ അമൃത സുരേഷ്, മുൻ ഭർത്താവ് ബാല, അഭിരാമി സുരേഷ് തുടങ്ങിയവരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ എലിസബത്തിനെയും അമൃതയെയും ഒരുപാട് തവണ പല രീതിയിൽ ചൂഷണം ചെയ്തതിന്റെ കാര്യങ്ങൾ അവരുടെ തന്നെ ഒരു ബന്ധു യൂട്യൂബിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അതിൽ പറയുന്ന ആരോപണങ്ങളൊക്കെ വളരെ ഗുരുതരമാണ്. ബാലക്ക് കടുത്ത ശിക്ഷ കിട്ടേണ്ടി വരുന്ന കാര്യങ്ങളാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകുക, അത്രയും ചൂഷണമാണ് അമൃത നേരിട്ടിട്ടുള്ളത്. ആ കുട്ടിയുടെ പേര് കുക്കു എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പോൾ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ബാല ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ രാത്രി വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ അമൃതേനെ കൊണ്ട് ഫുഡ് വെപ്പിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഡ്രൈവറിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അമൃതനെ ഒരുപാട് തല്ലി ചോരയൊക്കെ വരുത്തിയിട്ടുണ്ട് മുഖത്തുനിന്ന്. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ബാല ഒരു പ്രത്യേകതരം ലൈംഗിക ഇതിന് അടിമയാണെന്ന് പറയുന്നത്, ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പറയുന്നത്. അപ്പം അത് ഈ അമൃത എന്ന് പറയുന്ന കുട്ടി ഇത്രയും നാളും അതൊക്കെ മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നത് തന്നെ ചിലപ്പോൾ ഇത്തരം ഒരു ട്രോമയിലായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടായിരിക്കാം ഇതെല്ലാം തുറന്ന് പറഞ്ഞത്. മേ ബി ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മെന്റലി അവർ സ്ട്രോങ് ആയി കാണും. അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതിരിക്കും തോറും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാലേനെയൊക്കെ ഇങ്ങനെ അമിതമായിട്ട് വിശ്വസിച്ചു. ബാല പറയുന്നതാണ് ശരി, അമൃതക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണ് അമൃത അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോയത്, ബാല പാപമാണെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ബാലയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയപ്പെടുന്ന എലിസബത്തും അവിടെ നിന്ന് വഴക്കിട്ട് പോയി. അപ്പൊ എലിസബത്തിനും ഏകദേശം ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ബാലയുടെ ലാസ്റ്റ് ഈ എലിസബത്തും അതുപോലെ തന്നെ അമൃതയും കോണ്ടാക്ട് ഉണ്ട്. ഇവർ തമ്മിലുള്ള സംസാരത്തിൽ പല കാര്യങ്ങളും ഇവർ ഒരേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബാലയെ കുറിച്ച് മറ്റൊരു ഗുരുതര ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ അങ്ങനെ സെക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ബാല എടുത്ത് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഇതൊക്കെ പുറത്ത് പറയും എന്ന് പറഞ്ഞാലോ ഈ വീഡിയോസ് കാണിച്ചവരെ ത്രട്ടൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാലയുടെ മുൻ വൈഫായ എലിസബത്തും അതുപോലെ തന്നെ അമൃതയും വളരെ സൈലന്റ് ആയിട്ടിരുന്നത്. അതുപോലെ കുക്കു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാല സെലക്ട് ചെയ്ത 2 ഭാര്യമാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും അത്യാവശ്യം കൂടുതൽ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവര് ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ, പ്രതികരിക്കാത്ത പാവം കുട്ടികളെ നോക്കിയിട്ട് ആണ് ഇയാൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ 4ാമത്തെ വിവാഹം ഇപ്പോൾ നടന്നിരിക്കുന്നത് ലിവിങ് ടുഗദർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് എലിസബത്തിനും അമൃതക്കും മുമ്പ് തന്നെ ബാലയ്ക്ക് ഒരു ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. പിന്നീട് ഈ അമൃതേനെ വിവാഹം കഴിക്കുന്ന ഒരു എൻഗേജ്മെന്റ് സമയത്താണ് ഇതൊക്കെ അമൃത അറിയുന്നത്. അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു, എല്ലായിടത്തും അമൃത ബാലയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ എത്തി. അതുകൊണ്ടാണ് പിന്മാറാതിരുന്നതെന്നാണ് അമൃത പറയുന്നത്. അപ്പം അതിനുശേഷവും ആള് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ അമൃതനോട് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അമൃത വീട്ടിലേക്ക് വന്നത്. ഇതൊക്കെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പുറത്തേക്ക് പറയാതിരുന്നത്. പക്ഷെ ഇപ്പം സഹി കിട്ടിയിട്ടാണ്, അതായത് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കെല്ലാം അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും അമൃതനെ കുറ്റം പറയില്ല. പക്ഷെ അന്നെന്ന് വെച്ചാൽ ഇവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചത് അമൃതയുടെ ഭാഗത്താണ് തെറ്റെന്നാണ്. പ്രത്യേകിച്ച് ഈ ഗോപി സുന്ദറിനെ വിവാഹം കഴിച്ച അതുകൊണ്ടൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് ആളുകൾ ഇങ്ങനെ സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇതിനെല്ലാത്തിനും ഒരു കാരണമായത് അമൃതയുടെ കുട്ടിയുടെ ആ ഒരു ലൈവായിരുന്നു. അപ്പൊ കുട്ടികൾ പറയുന്നത് പോലെ എന്തായാലും വരില്ലല്ലോ. കുട്ടിയെ ഈ പറയുന്നത് അച്ഛനെ സ്നേഹിക്കാനായിട്ട് ഒരു കാരണമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി പറയണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ട്രോമ ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ടാവും ചെറുപ്പം മുതൽ. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അമ്മയെ ഉപദ്രവിക്കുന്ന ഒരാളോട് ഈ കുട്ടിക്ക് സ്നേഹം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കുട്ടി ഇപ്പം 3 വയസ്സിലൊക്കെ അവിടെ നിന്ന് വന്നു എന്നാ പറയുന്നത്. 3 വയസ്സായാലും 2 വയസ്സായാലും ചില കാര്യങ്ങളൊക്കെ മനസ്സിനുള്ളിൽ തന്നെ കിടക്കും. എത്ര നാൾ കഴിഞ്ഞാലും അതൊരു ട്രോമയായിട്ട്. പിന്നെ അതിനുശേഷം ഒരു കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, കമ്മ്യൂണിക്കേഷനും. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളിൽ വന്ന് കണ്ട് ഹെൽപ്പ് ചെയ്തൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജ് ആയിരിക്കില്ല ആ കുട്ടിയുടെ മനസ്സിൽ. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ നല്ല സങ്കടം വന്നിട്ടാണ് അതങ്ങനെ റിയാക്ട് ചെയ്തത്. അതുപോലെ തന്നെ അമൃതയുടെ സിസ്റ്റർ ആയിട്ടുള്ള അഭിരാമി സുരേഷിനും ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അവർക്കും ഒരുപാട് നെഗറ്റീവ്സ് ഇങ്ങനെ ആൾക്കാർ കമന്റ് ചെയ്തത് അവസാനം അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൊട്ടിത്തെറിക്കുക എന്ന് വെച്ചാൽ സഹി ഇട്ടിട്ടാണ് ഒരുപാട് പോസ്റ്റുകൾ അവർ ഇട്ടത്. ഈ 2 ദിവസം കൊണ്ട് ഒത്തിരി പോസ്റ്റ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത്രയും സൈബർ ബുള്ളിങ് വരില്ലായിരുന്നു. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് സൊസൈറ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു 10 വർഷത്തോളമുള്ള ഈ ഒരു സൈബർ ബുള്ളിങ് അവർക്ക് സഹിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പൊ എന്തായാലും ലാസ്റ്റ് ആയാലും ആളുകൾ മനസ്സിലാക്കി ഈ ബാലയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അപ്പൊ ബാലയുടെ ഭാഗത്ത് തെറ്റായതുകൊണ്ടാണല്ലോ ഇതിനു മുമ്പ് വിവാഹം കഴിച്ച 3 പേരും ബാലനെ വിട്ടു പോയത്. ഇപ്പൊ ഒരാൾ ലിവിങ് ടുഗദർ ആയിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല, അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ സൈബർ ബുള്ളിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു കുട്ടിയുടെ ആ ഒരു കുട്ടിക്കൊരു ട്രോമയിലേക്ക് പോകും. നമ്മൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങും നമ്മളിടുന്ന മെസ്സേജസ് ഒക്കെ അവരെന്തായാലും വായിക്കും. അപ്പം അത് അവർക്കും ഒരു ഫീലിങ്സ് ഉണ്ടാക്കും. അപ്പോൾ സത്യങ്ങൾ അറിയാതെ നമ്മൾ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ കമന്റ്സ് ഇടുന്നത്. ഇതൊക്കെ ഒരു കേസ് ആയി കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഒക്കെ എന്തായാലും എലിസബത്തിന്റെ കയ്യിലും അതുപോലെ തന്നെ അമൃതയുടെ കയ്യിലും അവിടെ ഉണ്ടായിരുന്ന വക്കീലൊക്കെ ഡ്രൈവറൊക്കെ ഇത് നേരിട്ട് കണ്ട ആൾക്കാരാണ്. അപ്പൊ ഇവർക്കൊക്കെ ഒരു വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അകത്തേക്ക് പോകുന്നത് ബാല തന്നെയായിരിക്കും. കാരണം ഒരുപാട് വർഷത്തേക്ക് ഒരാൾക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്കൊക്കെ നമുക്ക് ആക്ട് ചെയ്തിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് നിൽക്കാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു റിയൽ ഫേസ് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു വരും, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ അമൃതയുടെ ഒരു ഫ്രണ്ട് ഈ കാര്യം കഴിഞ്ഞ വർഷം വീഡിയോ വഴി ചെയ്യാൻ പോയപ്പോൾ അമൃതയാണ് പറഞ്ഞത് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഒരു ഡിസ്കഷൻ വരണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ കുട്ടിയുടെ ആ ഒരു ലൈവ് പുറത്തു വന്നതിന് ശേഷം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൈബർ ബുള്ളിംഗ് ആണ് ആ കുട്ടി ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇവർക്ക് എന്തായാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരൊക്കെ എല്ലാവരും പ്രതികരിച്ചത്. പക്ഷെ പ്രതികരിച്ചത് എന്തായാലും നന്നായി, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകാനായിട്ട് ഇതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു ന്യൂസ്, ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് നേരത്തെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ആ ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇതിനൊക്കെ നല്ലത്. കാരണം പാരന്റ്സ് ഒക്കെ വഴക്കിടുമ്പോൾ തന്നെ ഒരു ട്രോമ ഉണ്ടാവും, നാച്ചുറലി ഒരു നോർമലി ഉള്ള ഒരു ട്രോമ ഉണ്ടാവും. അപ്പൊ അതും പിന്നെ ഇത്രയും ഒരു സോഷ്യൽ മീഡിയ അവരുടെ ഫാമിലി ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പൊ കുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് പല കുട്ടികളും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ യൂട്യൂബിൽ കണ്ടും ഫേസ്ബുക്കിൽ കണ്ടും ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ വീട്ടിൽ നടക്കുന്ന പാരൻസിന്റെ കാര്യമായതുകൊണ്ട് തന്നെ നല്ല വിഷമത്തിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. അപ്പം ഇതും ഒരു സോൾവ് ആകേണ്ട എത്രയും പെട്ടെന്ന് സോൾവ് ആകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ബാലയുടെ ഒരു സംഭവം പറഞ്ഞിരുന്നു, തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ. അപ്പൊ അമൃതയുടെ വീട്ടുകാർ പറയുന്നത് വെച്ചാൽ വടിവാളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ബാല അമൃതയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇതുവരെ ഇതിന് മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ ഈ തോക്കെടുത്ത സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെകുത്താന്റെ ഒക്കെ നേരെ തോക്കെടുത്ത സംഭവമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വടിവാള ഇല്ല എന്നൊക്കെ എടുത്തില്ല എന്ന് വിശ്വസിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്ക്, കാരണം അങ്ങനെ ഓൾറെഡി ചെയ്ത ഒരാളാണ്. അപ്പൊ അതിന് എത്രത്തോളം ഇത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം നിലവിലില്ല. അപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം അന്വേഷിച്ചിട്ട് വേണം. ഇപ്പോൾ എത്ര ചെറിയ പ്രായത്തിലൊക്കെയാണ്, ഇപ്പോൾ അങ്ങനെ അത്ര ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നവർ കുറവാണ്. പക്ഷെ അമൃതയുടെ ഒരു വിവാഹം 18 വയസ്സിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ബാല സമയത്തൊക്കെ മലയാള സിനിമയിൽ നല്ല റോളൊക്കെ ചെയ്യുന്ന, ഒരു നല്ല ക്യാരക്ടർ റോളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പൊതുവേ നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും വിവാഹത്തിന് സമ്മതിച്ചത്, ആളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിന് ഒരുമിച്ച് താമസിക്കുമ്പോഴാണല്ലോ പലപ്പോഴും ആ ഒരു ക്യാരക്ടറൊക്കെ നന്നായിട്ട് അടുത്തറിയാൻ സാധിക്കുക. അപ്പൊ അമൃത തന്നെ പറയുന്നുണ്ട്, ആ ഒരു ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആയതിനു ശേഷം ഏകദേശം ഒരു 14 വർഷത്തിന് ശേഷമാണ് ഗോപി സുന്ദറിനെ വിവാഹം കഴിച്ചത്. ലിവിങ് ടുഗദർ ആയിരുന്നു. അപ്പം ഈ ഒരു രണ്ടാമത്തെ പേഴ്സണെ ചൂസ് ചെയ്തപ്പോഴും അമൃതക്ക് ഒരു തെറ്റ് പറ്റിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു പാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഓൾറെഡി അദ്ദേഹം ഭാര്യനെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചു, രണ്ടാമത്തെ ഒരാളായിട്ട് ലിവിങ് ടുഗദർ 10 വർഷത്തോളം ലിവിങ് റിലേഷനിലായിരുന്നു. അപ്പം അങ്ങനെ ഹിസ്റ്ററി ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ മൂന്നാമത്തെ ഒരാളുടെ ലൈഫിൽ പോയി കഴിഞ്ഞാൽ അയാളെ നോക്കുന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അത് മാത്രമല്ല എല്ലാ മാസവും എല്ലാ വർഷവും ഓരോ ആളുകളായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരാളെ ചൂസ് ചെയ്തതാണ് അമൃതക്ക് പറ്റിയ വലിയ തെറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമൃതക്ക് ഇത്രയും മാസീവായിട്ടൊരു സൈബർ ബുള്ളിങ് തന്നെ വരാനായിട്ടുള്ളൊരു റീസൺ ഈ ഒരു ഗോപി സുന്ദറിനെ സെലക്ട് ചെയ്തതുകൊണ്ട്. മേ ബി ഈ ഒരു അമൃത വിവാഹം കഴിക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് അമൃതക്കായിരിക്കും. ഈ ഒരു ഗോപി സുന്ദറിനെ മാരേജ് ചെയ്ത ആ ഒരു സമയം തൊട്ടാണ് ഇത്രയും നെഗറ്റീവ്സ് പുള്ളിക്കാരി കേട്ടു തുടങ്ങിയത്. ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് രണ്ടാം വിവാഹം മൂന്നാം വിവാഹം ഒക്കെ ഒന്നും ഒരു തെറ്റല്ല. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് മാരേജിലോ ഓക്കെ ആയില്ല എങ്കിൽ നമുക്ക് രണ്ടാമത്തെ വിവാഹം കഴിക്കാം.
ചിലപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ വിവാഹത്തിലായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ നമുക്ക് യോജിച്ചതാണോ എന്നുള്ളത് നന്നായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ട് വേണം ആ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം പിന്നീട് ഒരു ഹോൾ ലൈഫ് നമ്മൾ ജീവിക്കേണ്ടതാണ് ആളുടെ ഒപ്പം. അപ്പം നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റായി പോകുമ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്നത്. അത് നമ്മളെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. ഇപ്പം അമൃതയുടെ കുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ നമ്മൾ കാണുന്നതല്ലേ, കുട്ടി ലൈവിൽ വന്ന് സംസാരിച്ചതും വിഷമിച്ചിരിക്കുന്നതൊക്കെ. ഇപ്പോഴും അവർ സ്ട്രഗിളിലാണ്, വലിയൊരു സ്ട്രഗിളിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമൃത ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ അമൃത പറഞ്ഞത് വെളുപ്പിനെ 5 മണി, ആരും ഉറങ്ങിയിട്ടില്ല, വലിയ വിഷമത്തിലാണെന്നൊക്കെ. അപ്പം നമ്മുടെ ഒരു ഹോൾ ലൈഫാണ്, ഒരു ലൈഫാണ്. നമ്മൾ ഒരാളെ ഒരു ആളെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആകാം. അപ്പോൾ ചൂസ് ചെയ്യുന്ന ആൾ ബെറ്റർ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റീനോടായാലും ആരോടായാലും ഇങ്ങനെ അത് പിന്നീട് പറയാമെന്ന് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും 100% റൈറ്റ്. പക്ഷെ നമ്മളിങ്ങനെ പറയാതിരിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഈ ഒരു സെയിം കാര്യം തന്നെ നോക്കിയാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താം. അപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പോയാൽ ഇത്രയും ഒരു സൈബർ ബുള്ളിങ്ങോ പ്രശ്നങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. ഈ ഒരു സംഭവം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയാണ്.